നമസ്കാരം. ഓ കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ടം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം ആരണ്യകാണ്ഡം 30-ാം സർഗം കഴിഞ്ഞ എപ്പിസോഡിലൂടെ സമാപിച്ചിരിക്കുകയായിരുന്നു. ഇപ്പോൾ ഖരൻ ശ്രീരാമനാൽ വധിക്കപ്പെട്ടിരിക്കുകയാണ്. ദേവന്മാരും ചാരണന്മാരുമൊക്കെ എത്തിച്ചേർന്ന് ദുന്ദുഭികൾ മുഴക്കി ശ്രീരാമനെ പുകഴ്ത്തിക്കൊണ്ട് നിന്നു. അവർ ശ്രീരാമൻ്റെ ശിരസിൽ പൂക്കളാൽ അഭിഷേകം ചെയ്തു. അതുപോലെ തന്നെ രാജർഷിമാരും പരമർഷിമാരുമൊക്കെ വന്നു ചേർന്ന് രാമനെ സ്തുതിച്ചു. അങ്ങ് ഇതിനു വേണ്ടിയാണ് ശരഭംഗാശ്രമത്തിൽ എത്തിച്ചേർന്നത്. ഋഷിമാർ വളരെ തന്ത്രത്തോടെ ഭവാനെ ആ ആശ്രമത്തിൽ എത്തിച്ചത് ഈ ഒരു ഉദ്ദേശത്തോടു കൂടിയായിരുന്നു എന്നെല്ലാം അവർ പറഞ്ഞ് രാമനെ പ്രകീർത്തിച്ചു. അഗസ്ത്യ മഹർഷിയും അവരോടൊപ്പം ഉണ്ടായിരുന്നു. ഇപ്പോൾ എല്ലാവരും രാക്ഷസന്മാരിൽ നിന്നും രക്ഷപ്പെട്ടുവെന്ന് ആശ്വസിക്കാമെന്നും അവർ ആശ്വസിച്ചു. സീതയാണെങ്കിൽ രാമനെ തലോടിക്കൊണ്ട് അദ്ദേഹത്തിൻ്റെ ക്ഷീണമെല്ലാം തീർത്തു. രാമന് യാതൊരു കുഴപ്പവും ഉണ്ടായിട്ടില്ലെന്ന് കണ്ട് ജനകാത്മജ വളരെ സന്തോഷിക്കുകയും ചെയ്തു. 31-ാം സർഗം ആരംഭിക്കുകയാണ് ആരണ്യകാണ്ഡത്തിൽ. ശ്ലോകം 1. ത്വരമാനസ്തതോ ഗത്വാ ജനസ്ഥാനാദകമ്പനഃ പ്രവിശ്യ ലങ്കാം വേഗേന രാവണം വാക്യമബ്രവീത്. അപ്പോൾ ജനസ്ഥാനത്ത് നിന്ന് അകമ്പനൻ തിടുക്കപ്പെട്ട് പുറപ്പെട്ട് ലങ്കയിൽ വേഗത്തിലെത്തി രാവണനോട് പറഞ്ഞു. ശ്ലോകം 2. ജനസ്ഥാനസ്ഥിതാ രാജൻ രാക്ഷസാ ബഹവോ ഹതാഃ ഖരച്ഛ നിഹതസംഖ്യേ കഥഞ്ചിദഹമാഗതഃ. രാജൻ, ജനസ്ഥാനത്തിലുള്ളവരായ രാക്ഷസന്മാർ മിക്കവരും ഖരനും യുദ്ധത്തിൽ വധിക്കപ്പെട്ടിരിക്കുന്നു. ഞാൻ എങ്ങനെയോ രക്ഷപ്പെട്ടു പോന്നുവെന്നേ ഉള്ളൂ. ശ്ലോകം 3. ഏവമുക്തോ ദശഗ്രീവ ക്രുദ്ധ സംരക്തലോചനഃ അകമ്പനമുവാചേദം നിർദഹന്നിവ തേജസാം. ഇങ്ങനെ പറഞ്ഞത് കേട്ടിട്ട് ദശഗ്രീവൻ ക്രുദ്ധനായി കണ്ണു ചുവന്ന് അകമ്പനനെ തേജസ് കൊണ്ട് ദഹിപ്പിക്കും പോലെ നോക്കി ചോദിച്ചു. ശ്ലോകം 4. കേന ഭീമം ജനസ്ഥാനം ഹതം മമ പരാസുന കോഹി സർവേഷു ലോകേഷു ഗതിം നാധിഗമിഷ്യതി. എൻ്റെ ഭീമമായ ജനസ്ഥാനത്തെ നശിപ്പിച്ചതാരാണ്? ആരുടെ പ്രാണനാണ് പരലോകത്തെത്താൻ പോകുന്നത്? ഈ ലോകത്തൊരിടത്തും ഗതി കിട്ടാത്തവനാകാൻ പോകുന്നതാരാണ്? ശ്ലോകം 5. നഹിമേ വിപ്രിയം കൃത്വാ ശക്യം മഘവതാ സുഖം പ്രാപ്തും വൈശ്രവണേനാപി ന യമേന ച വിഷ്ണുനാം. എന്തെന്നാൽ എനിക്കപ്രിയം ചെയ്തിട്ട് സുഖമായിരിക്കാൻ കഴിവുള്ളവരില്ല, ഇന്ദ്രനോ വൈശ്രവണനോ വിഷ്ണുവോ പോലും ആയാലും. ശ്ലോകം 6.
കാലസ്യ ചാപ്യഹം കാലോ ദഹേയമപി പാവകം മൃത്യും മരണധർമ്മേണ സംയോജയിതുമുത്സഹേ. 6-ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം: ഞാൻ കാലനും കാലനാണ്, ദഹനെ പോലും ദഹിപ്പിക്കുന്നവനാണ്. മരണത്തിനും മരണം വരുത്താൻ ഞാൻ മതി. ശ്ലോകം 7. പാദസ്യ തരസാ വേഗം നിഹന്തുമപി ചോത്സഹേ ദഹേയം അപി സംക്രുദ്ധ തേജസാദിത്യപാവകൗഹൗ. കാറ്റിൻ്റെ വേഗം നിലപ്പിക്കാനും ഞാൻ കരുത്തനാണ്. ഞാൻ ക്രോധിച്ചാൽ തേജസ്സുകൊണ്ട് ആദിത്യനെയും അഗ്നിയെയും ദഹിപ്പിക്കാൻ പോന്നവനാണ്. 7 ശ്ലോകങ്ങളാണ് പാരായണം ചെയ്തത്. സർഗം 31. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.